നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അല്പം ചേഞ്ച് ആയിട്ടുള്ള കറിയാണ്. പനീർ മട്ടർ മസാലയാണ്. പനീർ ഗ്രീൻ പീസ് മസാല. It's delicious. 250 ഗ്രാമോളം ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതൊരു 3-4 മണിക്കൂർ നല്ല രീതിയിൽ സോക്ക് ആവാനായിട്ട് മാറ്റി വയ്ക്കുക. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒരു തെളിഞ്ഞ് വെള്ളമാവുന്നവരെ വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കുക. ഒരു 4 മണിക്കൂറോളം നല്ല രീതിയിൽ സോക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലേക്ക് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ വേവിക്കാൻ വയ്ക്കുകയാണ്. ഇതിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നത്. നമ്മൾ വീണ്ടും ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് റഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള, ഒരു ചെറിയ വലിപ്പത്തിലാണെങ്കിൽ 4 പീസ്, മീഡിയം വലിപ്പമാണെങ്കിൽ 3 സവാള എടുത്തിട്ട് റഫായിട്ട് കട്ട് ചെയ്യുക. അതിലേക്ക് കശുവണ്ടി ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഒരു 3 എണ്ണം, അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പാൻ ചൂടായതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലായിട്ട് മെയിനായിട്ട് ചേർക്കുന്നത് തക്കാളിയും സവാളയാണ്. അതായത് 3 തക്കാളിയോളം, അത് നമ്മൾ റഫായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 3 തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല, ചെറുതായാലോ വലുതായാലോ കുഴപ്പമില്ല. അതിൽ നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണോളം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മാത്രമേ നമ്മൾ മസാലയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് കൊടുത്ത് മുഴുവനായിട്ടുള്ള ഹോളായിട്ടുള്ള ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും പേസ്റ്റ് ചെയ്യുമ്പോൾ ഫൈൻ പേസ്റ്റ് ആയിക്കോളും. ഈ ഒരു പരുവത്തിൽ ഇതൊരു 15 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുക. അത് നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അത് ചൂടാറിയതിന് ശേഷം ഫൈൻ പേസ്റ്റാക്കി മാറ്റുക. വേറൊരു കടായിൽ നമ്മൾ അതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം നമ്മൾ പൊട്ടിക്കുക. ആ പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സോട്ട് ചെയ്യാണ്. ഒരു സവാള, മീഡിയം വലിപ്പമുള്ള ഒരു സവാള വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഇതൊരു 5 മിനിറ്റോളം സോട്ടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി, ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളി, ഒരു ചെറിയ മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ജീരകവും സവാളയും തക്കാളിയും ഒരു 15 മിനിറ്റോളം നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ഒരു 3 പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും കൂടി സോട്ടായതിനു ശേഷം നമ്മളതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ശരിക്കും വരണ്ട് വരണം. അത് നമ്മളൊരു 2 മിനിറ്റോളം നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി മൊത്തം നമ്മൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 3.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണാണ്. ഇതിൽ മല്ലിപ്പൊടിയുടെ അളവാണ് കൂടുതൽ നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി പേസ്റ്റ് ചെയ്തതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ മസാല തയ്യാറാക്കുക മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. വളരെ സ്ലോ ഫയറിൽ ഒരു 2 മിനിറ്റോളം സോട്ടായതിന് ശേഷം നമ്മൾ ഫൈൻ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് എത്ര നേരമായിട്ട് സോട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരമായിട്ട് സോട്ട് ചെയ്യുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടപ്പുള്ള പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സൗകര്യം ഉണ്ടാവും. ഇപ്പം പെട്ടെന്ന് തെറിക്കും എല്ലായിടത്തും. അതുകൊണ്ട് അടപ്പുള്ള പാത്രം ഇതിനു വേണ്ടി ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ ആ ഗ്രീൻ പീസ് നല്ലോണം വെന്ത് വന്നിട്ടുള്ള ആ വെള്ളത്തിലാണ്, ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടി ആ ഗ്രേവിക്ക് ഒരു തിക്നെസ്സും ടേസ്റ്റും കൂട്ടി കിട്ടും. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുന്ന വെള്ളം ഒട്ടും കളയരുത്. അത് നമുക്ക് ഗ്രേവിയിലേക്ക് വേണ്ടി യൂസ് ചെയ്യാം. വളരെ സ്ലോ ഫയറിൽ മിക്സ് ചെയ്യാണ്. ഇതിങ്ങനെ മാക്സിമം ഒരു 10-20 മിനിറ്റാണ് സോട്ട് ചെയ്യുക. അപ്പോൾ ശരിക്കും അതിൻ്റെ ഓയിൽ മണം തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള ഗ്രീൻ പീസ് 250 ഗ്രാമോളം ബോയിൽ വെച്ചിട്ട് ഗ്രീൻ പീസ് ഇതൊരു 10 പേർക്ക് കഴിക്കാവുന്ന അത്ര ഇതുണ്ട്. പനീർ മട്ടർ മസാല ഒരു 10 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള സംഭവം നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 250 ഗ്രാം ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 250 ഗ്രാമോളം തന്നെ പനീർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിൽ നമുക്ക് പാലോ ക്രീമോ എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കാഷ്നട്ട് ഓൾറെഡി അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിൽ മെയിനായിട്ട് ഇനി മല്ലിയിലയുടെ ടേസ്റ്റായിട്ട് മെയിനായിട്ട് നിൽക്കേണ്ടത്. പിന്നെ മേത്തി ലീവ്സും ഇട്ട് കൊടുത്താൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ശരിക്കും കിട്ടും. ഇപ്പോൾ ഇതിൽ മേത്തി ലീവ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മളിതിൽ ഗരം മസാല മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിൽ വേണമെങ്കിൽ ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. വല്ലാത്തൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇപ്പോൾ നമ്മുടെ പനീർ മട്ടർ മസാല തയ്യാറായി കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല അടിപൊളി തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, എത്ര നേരം കുക്ക് ചെയ്യുന്നോ അത്രയും ടേസ്റ്റായിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ഫയറിൽ ഒരു 15-20 മിനിറ്റ് എടുത്ത് വളരെ സ്ലോയിൽ കുക്ക് ചെയ്യേണ്ട ഐറ്റമാണത്. അപ്പോൾ ഒരു അടപ്പുള്ള പാത്രം നിങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യുക. പിന്നെ ഇതിൽ മല്ലിയിലയുടെയും മേത്തി ലീവ്സിൻ്റെയും ടേസ്റ്റ് നല്ല കൂടുതലായിട്ട് ഇട്ടാൽ അത്രയും കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയ സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതിൽ ക്രീമും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് കുറേയും കൂടി കോസ്റ്റ്ലി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് കൊടുക്കാം.